Hi students, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ അതായത് ഇന്ത്യൻ ഇക്കോണമി രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായി സംസാരിച്ചത് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് ഇക്കോണമി, പ്ലാനിംഗ്, അതോടൊപ്പം തന്നെ 5-year plan പ്രോഗ്രാമിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, 4 ഗോൾസ്, മേജർ ഗോൾസ് എന്തൊക്കെയാണ്, അത്രയും കാര്യമാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമ്പാക്ട് ഓഫ് 5-year പ്ലാൻ ഓൺ ഇന്ത്യൻ ഇക്കോണമി. പഞ്ചവത്സര പദ്ധതി വന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ഇക്കോണമിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അല്ലെങ്കിൽ 5-year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യൻ ഇക്കോണമിയിൽ ഏതെല്ലാം വിധത്തിലാണ് വികസനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക മേഖലയിലാണെങ്കിൽ ഒട്ടും വികസനം ഉണ്ടായില്ല, ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നു. കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് കൃഷിക്കാർക്ക് കൃഷിഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല. അവർ ഉയർന്ന റേറ്റിലുള്ള ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. ജമീന്ദാരി പോലുള്ള ഇടനിലക്കാരുടെ സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതോടൊപ്പം കമേഴ്ഷ്യൽ ക്രോപ്സിനെ അവർ സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായി നമ്മുടെ ഇവിടെ ഫുഡ് പ്രോഡക്റ്റ് ഭക്ഷ്യക്ഷാമം നമ്മൾ നേരിട്ടു. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതോടൊപ്പം ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒന്നും വികസിച്ചില്ല. ഇവിടെ ഇൻഡസ്ട്രിയൽ ഗുഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതിലൊന്നും ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് വിദേശ വ്യാപാര മേഖല എടുക്കുകയാണെങ്കിൽ, വ്യാപാര മേഖല എടുക്കുകയാണെങ്കിൽ അതെല്ലാം അവർക്ക് ഫേവർ ആയിട്ടാണ് അവർ പോളിസീസ് മേക്ക് ചെയ്തതും ബെനിഫിറ്റ് ഉണ്ടായതെല്ലാം അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ ഇക്കോണമിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഉയർത്തെഴുന്നേക്കാം, അത്തരത്തിലുള്ള പ്രോഗ്രാംസുമായിട്ടാണ് 5-year പ്ലാൻ വന്നിരിക്കുന്നത്. അങ്ങനെ 5-year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യൻ ഇക്കോണമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും 3 മേഖലയാണ് ഇവിടെ നോക്കുന്നത്. ഇഫക്റ്റ് ഓഫ് 5-year പ്ലാൻ ഓൺ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. 5-year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വ്യാപാര മേഖലയിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ഈ ടേർമൽ എക്സാമിന് വരാറ് എന്നും. അത് ചിലപ്പോൾ ഈ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടാവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആവാം. അപ്പോൾ അത്തരത്തിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കാണുകയും, വിക്ടേഴ്സിന്റെ ക്ലാസ് ഓൾറെഡി വരും, ആ ക്ലാസ് കാണുകയും ടീച്ചറുടെ ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുകയും അതോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് ഇത് കാണുകയും നോട്ട് ചെയ്യും, നോട്ട്സ് നോട്ട് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യണം. പ്രത്യേകിച്ച് അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴെന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ്. അതായത് ഇഫക്റ്റ് ഓഫ് 5-year പ്ലാൻ ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ. പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ കാർഷിക മേഖലയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ പ്രധാന ബുദ്ധിമുട്ട് കൃഷിക്കാരും അതോടൊപ്പം കാർഷിക ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ 5-year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 2 പ്രോഗ്രാംസ് ആണ് ആദ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ലാൻഡ് റിഫോംസ്, രണ്ടാമത്തേത് ഗ്രീൻ റവല്യൂഷൻ. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ അല്ലെങ്കിൽ ഭൂപരിഷ്കരണം. രണ്ടാമത്തേത് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭൂപരിഷ്കരണം നോക്കാം, അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് നോക്കാം. ലാൻഡ് റിഫോംസിന്റെ മെയിൻ ലക്ഷ്യം തന്നെ എന്താന്ന് വെച്ചാൽ ലാൻഡ് ടു ടില്ലേഴ്സ്. അതായത് ടില്ലർ മീൻസ് കൃഷിക്കാരൻ. കൃഷി ചെയ്യുന്ന യഥാർത്ഥ കൃഷിക്കാരന് കൃഷിഭൂമിയുടെ അവകാശം കൊടുക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അത് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ കൃഷി ചെയ്തു, അതെല്ലാം അതിന്റെ ഉടമസ്ഥാവകാശം ഒക്കെ അവർക്കായിരുന്നു. അപ്പോഴേ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ പ്രധാനമായി ലക്ഷ്യം വെച്ചത് ലാൻഡ് ടു ടില്ലേഴ്സ്. കൃഷി ചെയ്യുന്ന യഥാർത്ഥ കൃഷിക്കാരന് കൃഷിഭൂമിയുടെ അവകാശം കൊടുക്കണം. അങ്ങനെയുള്ള കിട്ടുമ്പോഴുള്ള ഗുണം എന്താണ്? സ്വന്തം ഭൂമിയാണ്, അല്ലെങ്കിൽ കൃഷിക്കാരന് അവൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അവകാശം സ്വന്തമായി കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് തോന്നുകയും ആ കൃഷിഭൂമിയെ പരമാവധി നല്ല രീതിയിൽ ഉൽപാദനക്ഷമമാക്കാനുള്ള ഒരു അധ്വാനം അവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. അത് മൊത്തം അഗ്രികൾച്ചർ സെക്ടറിനെ ഗുണകരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ കൃഷിക്കാരന് മാനസിക സന്തോഷവും അതുപോലെ വരുമാനത്തിനും ഭക്ഷ്യോൽപ്പന്നത്തിനും ഒക്കെ ബെനിഫിറ്റും അല്ലെങ്കിൽ സഹായകരമായി തീരുകയും ചെയ്യും. അങ്ങനെ ലാൻഡ് ടു ടില്ലേഴ്സ് എന്ന മെയിൻ മോട്ടോ ആയിട്ടാണ് ലാൻഡ് റിഫോംസ് മുന്നോട്ട് വന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലാൻഡ് റിഫോംസിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത് എന്ന് വെച്ചാൽ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് സമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതുകൊണ്ടായിരുന്നു, അത്തരത്തിലുള്ള ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി.
അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാസ്, അതായത് ഇടനിലക്കാരായ ജമീന്ദാർമാരെയൊക്കെ ഒഴിവാക്കി. മാത്രമല്ല അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടോ തന്നെ, ലാൻഡ് ടു ടില്ലേഴ്സ്, ലാൻഡ് ടു റിയൽ ഫാമേഴ്സ്, യഥാർത്ഥ കൃഷിക്കാരന് കൃഷിഭൂമിയുടെ അവകാശം കൊടുക്കുക. അത് ചെയ്യണമെങ്കിൽ വീണ്ടും അതിൻ്റെ കൂടെ വേറൊരു കാര്യം ചെയ്തു. അതായത് കൃഷിഭൂമി കൈവശം വയ്ക്കാനുള്ള ഒരു പരിധി നിശ്ചയിച്ചു. ഒരു വ്യക്തിക്ക് ഇത്രയും കൃഷിഭൂമി, ഇത്രയും ഏക്കറുകൾ, ഇത്രയും ഏരിയ മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ എന്ന്. അതായത് ഫിക്സിംഗ് ദി സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്, കൈവശം സ്വന്തം അവകാശത്തിൽ വെക്കാനുള്ള കൃഷിഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ആൻഡ് ആ സീലിംഗിന് മുകളിലുള്ള എബവ് സീലിംഗിൽ അതങ്ങനെ സ്വന്തം കയ്യിൽ ആ പരിധിക്കപ്പുറം ഭൂമി കൈവശം വെക്കുന്ന വ്യക്തികളുടെ ആ ലാൻഡ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും അത് സർപ്ലസ് ലാൻഡ്, മിച്ച ഭൂമിയായിട്ട് ഗവൺമെന്റ് മാറ്റിവെക്കുകയും ആ സർപ്ലസ് ലാൻഡ് ലാൻഡ്ലെസ് പുവർ പീപ്പിൾസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യമാണ് പ്രധാനമായും ലാൻഡ് റിഫോംസിൽ മുന്നോട്ട് വെച്ചത്. അതായത് ഇടനിലക്കാരായ ജമീന്ദാർമാരെ ഒഴിവാക്കുക, ഫിക്സിംഗ് ദി സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്, കൃഷിഭൂമി കൈവശം വയ്ക്കാനുള്ളതിനൊരു പരിധി നിശ്ചയിക്കുക, ആൻഡ് എബവ് സീലിംഗ് ലാൻഡ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും സർപ്ലസ് ലാൻഡായി ഫിക്സ് ചെയ്യും. ദാറ്റ് സർപ്ലസ് ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പുവർ അഗ്രികൾച്ചറിസ്റ്റ്. അങ്ങനെ കൃഷിക്കാരന് കൃഷിഭൂമിയുടെ അവകാശം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഈ ലാൻഡ് റിഫോം മാറി വന്നു. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 200 ലക്ഷത്തിലധികം മോർ ദാൻ 200 lakhs ഓഫ് റിയൽ അഗ്രികൾച്ചർ വർക്കേഴ്സിന് കൃഷിഭൂമിയുടെ അവകാശം കിട്ടി. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്, സ്വന്തം കൃഷിഭൂമിയുടെ അവകാശം കിട്ടുക എന്ന് വെച്ചാൽ. എന്നാൽ അവിടെ നമുക്കറിയാവുന്ന വേറൊരു കാര്യം, ഇതിന് ഒരുപാട് മറ്റ് സൈഡുകൾ വന്നു. അതായത് നമുക്കറിയാം, ഈ ഒത്തിരി കൃഷിഭൂമി കൈവശം വയ്ക്കുന്നൊക്കെ വലിയ വലിയ കൃഷിക്കാരാണ്, ഭൂപ്രഭുക്കന്മാരാണ്. ആ ഭൂപ്രഭുക്കന്മാരുടെ കൈവശമുള്ള കൃഷിഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിട്ടുകൊടുക്കുവോ? ഇല്ല. അവരിതിനെതിരെ ഒത്തിരി കേസുകളും കംപ്ലൈന്റും പരാതിയും ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല അങ്ങനെ അവരിത് ഈ നിയമം പാസ്സാക്കുന്നതിന് മുന്നേ ഈ നിയമത്തെ കോടതിയിൽ അവർ ചാലഞ്ച് ചെയ്തു. അങ്ങനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യുമ്പോൾ ഈ നിയമം പാസ്സാക്കുന്നതിന് ഒരു കാലതാമസം വരികയും ആ കാലതാമസം വന്ന സമയത്ത് അവർ അവരുടെ കൈവശമുള്ള കൃഷിഭൂമി അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ അവരുടെ മക്കളുടെയൊക്കെ പേരിൽ ഡിവൈഡ് ചെയ്ത് എഴുതി വെച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരാളുടെ കൈവശം വെക്കാവുന്ന കൃഷിഭൂമിക്കല്ലേ പരിധി നിശ്ചയിച്ചിട്ടുള്ളൂ. അവർ തന്നെ അവരുടെ റിലേറ്റീവ്സിനും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് അവരുടെ നിന്ന് ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ ഭൂമി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ അത് മാറ്റിയെടുത്ത് അവർക്ക് അനുകൂലമാക്കി തീർക്കുകയും ഇതിനെതിരെ ഒത്തിരി പരാതികളും കേസുകളും ഒക്കെ മുന്നോട്ട് കൊടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു. എങ്കിലും കേരള, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമം വളരെ കാര്യക്ഷമമായി ഇഫക്റ്റീവായി നടപ്പിലാക്കി എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. എന്തായാലും 5 year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്ന ഈ ലാൻഡ് റിഫോംസിൽ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ലാൻഡ് ഇല്ലാതെ ഒത്തിരി പുവർ പീപ്പിൾസിന് ഭൂമി കിട്ടുകയും അവർ വളരെ കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ മറ്റ് പലയിടങ്ങളിലും ഇതിനെ ചാലഞ്ച് ചെയ്യുകയും പല ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയും കൈവശമുള്ള ഭൂമി കൊടുക്കുന്നതിനുള്ള പല പഴുതുകളും അന്വേഷിക്കുകയും കോടതിയിൽ അവരിതിനെ ചാലഞ്ച് ചെയ്യാനൊക്കെ തയ്യാറാവുകയും ചെയ്തു വലിയ വലിയ ഭൂപ്രഭുക്കന്മാർ. അപ്പോൾ മനസ്സിലായി കാണും എന്താണ് ലാൻഡ് റിഫോംസ് എന്ന്. അതായത് ലാൻഡ് ടു ടില്ലേഴ്സ് മീൻസ് അബോളിഷൻ ഓഫ് ജമീന്ദാസ്, അതായത് ഇടനിലക്കാര മിഡിൽ മാൻസ് ലൈക്ക് ജമീന്ദാസിനെ ഒഴിവാക്കി സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് ഫിക്സ് ചെയ്തു. എബവ് സീലിംഗ് ലാൻഡ് സർപ്ലസ് ലാൻഡായി കൺവേർട്ട് ചെയ്തു. ദാറ്റ് സർപ്ലസ് ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ടഡ് ടു പുവർ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഓർ ടില്ലേഴ്സ്. അങ്ങനെ ഒത്തിരി പുവർ അഗ്രികൾച്ചറിസ്റ്റിന് കൃഷിഭൂമിയുടെ ഓൺ പവർ, അവകാശം, അധികാരം കിട്ടി എന്നതും അങ്ങനെ അവർ അവിടെ അവരുടെ കൃഷിഭൂമി ഉൽപാദനക്ഷമമാക്കുകയും ഒത്തിരി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് കേരളത്തെയും വെസ്റ്റ് ബംഗാളും പോലുള്ള സംസ്ഥാനത്തിന് ഒത്തിരി സന്തോഷകരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, അഗ്രികൾച്ചർ സെക്ടറിൽ 5 year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന അടുത്ത മാറ്റമാണ് ഗ്രീൻ റവല്യൂഷൻ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, അതായത് ഇമ്പാക്ട് ഓഫ് 5 year പ്ലാൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ എന്ന് ചോദിച്ചാൽ ലാൻഡ് റിഫോമും എഴുതണം, ഗ്രീൻ റവല്യൂഷനും എഴുതണം. ഗ്രീൻ റവല്യൂഷൻ നമുക്കറിയാം ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന പ്രോഗ്രാം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, അതായത് നമ്മുടെ സ്വയം പര്യാപ്തമാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ ഫുഡ് ക്രോപ്സിന് ഒത്തിരി ക്ഷാമം നമ്മൾ നേരിട്ടു.
കമേഴ്ഷ്യൽ ക്രോപ്സിനെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. ഭക്ഷ്യക്ഷാമം പോലും ഇവിടെ വന്നു, ഫാമിൻ, അങ്ങനെ ഒത്തിരി പേര് മരിക്കാൻ പോലും കാരണമായി. മാത്രമല്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ നമ്മൾ പല ഫുഡ് ഐറ്റത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത്. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ്, സ്തംഭനാവസ്ഥയിലായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ആ കാരണങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ ഔട്ട്പുട്ട്, ഉൽപ്പന്നം വർദ്ധിപ്പിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് 5 Year Plan പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1964-65 ആ കാലയളവിലാണ്, 1964-65. ഈ ഗ്രീൻ റെവല്യൂഷൻ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടം 1965 മുതൽ 75 വരെ, രണ്ടാം ഘട്ടം 1975 മുതൽ 85 വരെ. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്റ്റാഗ്നന്റ് ആവാനുള്ള കാരണം നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചിട്ടില്ല, രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഇറിഗേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടില്ല, ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല, മാത്രമല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് റീസൺസ് പറഞ്ഞു. അപ്പോഴേ ഗ്രീൻ റെവല്യൂഷൻ ലക്ഷ്യം എന്താ? ആ റീസൺസ് ഒക്കെ ഒഴിവാക്കി ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ ഔട്ട്പുട്ട്, പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കുക എന്നാണ്. അപ്പോഴെന്തൊക്കെ ഗ്രീൻ റെവല്യൂഷൻ ചെയ്തേ നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സിന്റെ ഷോർട്ട് ഫോം HYV, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക. അത്യുൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം കൊണ്ട് ഒത്തിരി ഉൽപ്പന്നം ഉണ്ടാകുന്ന വിത്തിനങ്ങൾ. നമ്മൾ ഇന്ന് കാണുന്നില്ല, 3 വർഷം കൊണ്ട് തേങ്ങ ഉണ്ടാകുന്ന തെങ്ങ്, 2 വർഷം കൊണ്ട് ചക്ക ഉണ്ടാകുന്ന പ്ലാവ്, കുരുമുളക്, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ല. ദാറ്റ് ഈസ് അത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ഉപയോഗിക്കുക, പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് അതായത് രാസ കീടനാശിനികൾ ഉപയോഗിക്കുക, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കുക, ടെക്നോളജിക്കലി നല്ല നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. അതായത് ട്രാക്ടേഴ്സ്, ടില്ലേഴ്സ്, പമ്പ് സെറ്റ്സ് ഇതുപോലുള്ള ടെക്നോളജി കാർഷിക മേഖല കൂടുതലായി ഉപയോഗിക്കുക. നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അതായത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് നല്ല വില കിട്ടുന്ന മാർക്കറ്റിലേക്ക് വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. പിന്നെ കൃഷിക്കാർക്ക് അവരുടെ കൃഷിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ടെക്നോളജിയും ഒക്കെ വാങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കൊടുക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കുക. അപ്പോൾ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, ആൻഡ് ദെൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗുഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ഗുഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ കാർഷിക മേഖലയിലെ പ്രോഡക്റ്റ്, ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ പെട്ടെന്ന് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് 1964-65 കാലയളവിൽ ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും രാസ കീടനാശിനികളും ജലസേചന പദ്ധതികളും അത്യാധുനിക സാങ്കേതിക വിദ്യയും അതോടൊപ്പം മാർക്കറ്റിംഗ് ഫെസിലിറ്റിയും ക്രെഡിറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ കാർഷിക മേഖല വികസിപ്പിക്കാനുമുള്ള ഒരു പദ്ധതി, ഒരു പ്രോഗ്രാം, അതാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തായാലും ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യൻ കാർഷിക മേഖല വളരെ പോസിറ്റീവായ ഒരു ഔട്ട്പുട്ടാണ് ഉണ്ടായത്. ഉൽപാദനക്ഷമത വളരെ വർദ്ധിപ്പിച്ചു, ഉൽപ്പന്നത്തിന്റെ അളവിൽ ഒത്തിരി വർധനമുണ്ടായി. ഇനീഷ്യലി ഇത് ഇന്ത്യയിലെ പ്രധാനമായും 3 സംസ്ഥാനങ്ങളാണ് വളരെ കാര്യക്ഷമമായി നടപ്പിലായത്. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചാബ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങൾ എളുപ്പം നമുക്ക് ഓർക്കാം. PTA എന്ന് ഓർത്താൽ മതി. P പഞ്ചാബ്, T തമിഴ്നാടുവിന്റെ ആദ്യത്തെ ലെറ്റർ, ദെൻ ആന്ധ്രാപ്രദേശിന്റെ A. ഈ 3 സംസ്ഥാനങ്ങളും ആദ്യം വളരെ ഇഫക്റ്റീവ് അത് നടപ്പിലാക്കി നമ്മുടെ പ്രൊഡക്ഷനിലൊക്കെ ഒത്തിരി വർധനവ് വന്നു. ബട്ട് നമുക്കറിയാം പഞ്ചാബിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും മെയിൻ അവരുടെ ഫുഡ് ഐറ്റംസ് ഗോതമ്പാണ്, വീറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ ഉൽപാദനത്തിൽ വന്ന വർധനവ് ഗോതമ്പ് ഉൽപാദനത്തിലാണ് വർധനവുണ്ടായത്. അതായത് മെയിൻ ആയിട്ട് ഗോതമ്പ് എന്ന വിളയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 1ാം ഘട്ടം, അതായത് 65-75 വരെ വരുന്ന ആദ്യ ഘട്ടമാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഫസ്റ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. സെക്കൻഡ് ഫേസ് 75-85 വരെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷനിൽ വീറ്റ്
പ്രോഡക്ട്സ്, ഗോതമ്പ് ഉൽപാദനമാണ് ഒത്തിരി വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ചില വിമർശകർ പറയും ഇത് ആക്ച്വലി ഗ്രീൻ റവല്യൂഷൻ അല്ല, വീറ്റ് റവല്യൂഷൻ ആണ്. കാരണം ഗോതമ്പല്ല കൂടുതലായി വർദ്ധിച്ചത് എന്ന് പറയാറുണ്ട്. എങ്കിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഗോതമ്പ് മെയിൻ ഫുഡ് ഐറ്റംസ് ആണ് ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന്റെ. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഫേസിനെ, അതായത് ഒന്നാം ഘട്ടത്തെ ഗ്രീൻ റവല്യൂഷനെ വീറ്റ് റവല്യൂഷൻ എന്നും പറയാറുണ്ട്. രണ്ടാം ഘട്ടം 75 to 85, 1975 മുതൽ 85 വരെയുള്ള കാലയളവാണ്. അവിടെയും നല്ല രീതിയിൽ ഇന്ത്യൻ കാർഷിക മേഖല പുരോഗതി ഉണ്ടാവുകയും ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒത്തിരി വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഇന്ത്യയെ നല്ലൊരു ഫുഡ് സെൽഫ് സഫിഷ്യന്റ് കൺട്രി ആക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് ഈ ഗ്രീൻ റവല്യൂഷന്റെ ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബുക്കിൽ ചില ടേബിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ വർദ്ധിച്ച് ഓരോ വർഷങ്ങളായിട്ട് വർദ്ധിച്ച് വരുന്നതിന്റെ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കണക്ക് മൊത്തം കാണിക്കുന്നത് ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷനിൽ വർധനവ് ഉണ്ടായി എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ. എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആൻഡ് വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന്. ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് നമുക്ക് ഗുണങ്ങൾ നോക്കാവുന്നതാണ്. 3 മാർക്സിലൊക്കെ ചോദിച്ചാൽ 6 പോയിന്റ് മിനിമം എഴുതണം. ആദ്യത്തെ കാര്യം എന്താ, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനിൽ വർധനമുണ്ടായി. ഫുഡ് പ്രൊഡക്ഷനിൽ വർധനമുണ്ടാവും എന്ന് വെച്ചാൽ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ സ്വയം പര്യാപ്തമായി മറ്റേതൊരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് വേണ്ടുന്ന മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനത്തിന്റെ അളവ് കൂടി, ഉൽപാദനക്ഷമതയും കൂടി. അങ്ങനെ ഉൽപാദനം കൂടി കഴിയുമ്പോൾ കുറേ പ്രോഡക്റ്റ് ഉണ്ടായി. അങ്ങനെ ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുമ്പോൾ ഫുഡ് പ്രോഡക്ട്സിന്റെ വില കുറഞ്ഞു. വില കുറയുമ്പോൾ എന്ത് സംഭവിക്കും, കുറേ പ്രോഡക്ട്സ് ഉണ്ടാകുമ്പോൾ വില കുറയില്ലേ. മാർക്കറ്റിൽ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്, അപ്പോഴതിന്റെ വില സ്വാഭാവികമായിട്ട് കുറയില്ല. സീസണിൽ ഇപ്പോൾ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിനൊക്കെ വില കുറയുന്നത് കാണുന്നില്ലേ. അപ്പോഴങ്ങനെ വില കുറഞ്ഞപ്പോൾ എന്ത് സാധിച്ചു, പാവപ്പെട്ട സാധാരണ വ്യക്തികൾക്ക് ഈ കുറഞ്ഞ വിലയിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനും അവർക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കാനും സാധിച്ചു എന്നത് വേറൊരു പോസിറ്റീവായ കാര്യം. പിന്നെ എന്ത് സംഭവിച്ചു, ഈ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായി കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രോഡക്റ്റ് എളുപ്പം അവർക്ക് നല്ല മാർക്കറ്റിൽ, വില കിട്ടുന്ന മാർക്കറ്റിൽ വിൽക്കാൻ സാധിച്ചു. അതായത് നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നല്ല വില കിട്ടുന്ന മാർക്കറ്റിൽ വിൽക്കാനും കൃഷിക്കാർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നത് വേറൊരു പോസിറ്റീവായ കാര്യം. പിന്നെയോ, ഈ ഒത്തിരി ഉൽപ്പന്നം വർദ്ധിച്ചപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടും അധികം പ്രോഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ വന്നിരിക്കുന്ന ഈ അധികം പ്രോഡക്റ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുകയും ഗവൺമെന്റ് കരുതൽ ധനം, ബഫർ സ്റ്റോക്ക്, അതായത് കരുതൽ ധനമായി അവരുടെ ഗവൺമെന്റിന്റെ ഗോഡൌണിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത് സൂക്ഷിക്കുന്നത്, ഓഫ് സീസണിൽ, അതായത് നമ്മൾ വിളവ് ഇറക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ വിളവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അല്ലെങ്കിൽ പാവപ്പെട്ട വ്യക്തികൾക്കോ ഒക്കെ കുറഞ്ഞ വിലയിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, പൊതുവിതരണ കേന്ദ്രം, അതായത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഗവൺമെന്റ് അധികം വരുന്ന ഫുഡ് പ്രോഡക്ട്സ് വാങ്ങുകയും കരുതൽ ധനമായി ബഫർ സ്റ്റോക്കായി സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ബഫർ സ്റ്റോക്കായി സൂക്ഷിച്ച ഫുഡ് ഐറ്റംസ് പുവർ പീപ്പിൾസിന് കുറഞ്ഞ വിലയിൽ, അല്ലെങ്കിൽ വിലയില്ലാതെ തന്നെ പറയാം. നമുക്കറിയാം ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് വിലയില്ല, ഒരു പൈസയും കൊടുക്കാതെ തന്നെ BPL ഗ്രൂപ്പ്സിന് റൈസ് ഒക്കെ കിട്ടുന്നുണ്ട്, ചെറിയ പൈസ കൊടുത്തിട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ വിലയിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഐറ്റംസ് ഗവൺമെന്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററും അതുപോലെ ഗവൺമെന്റിന്റെ, അതായത് സബ്സിഡിയോടുകൂടി പാവപ്പെട്ട വ്യക്തികൾക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിക്കുന്ന പല പ്രോഗ്രാമിലൂടെ ഈ അധിക ഫുഡ് ഐറ്റംസ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഓൺ ദി ഹോൾ പറയുകയാണെങ്കിൽ കൃഷിയുമായി ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ജനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിച്ചു, അവരുടെ വരുമാനം വർദ്ധിച്ചു, ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഫുഡ് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാവുകയും എക്സസ് പ്രോഡക്റ്റ് ഉണ്ടാവുകയും ആ എക്സസ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റ് വരുമാനം ഉണ്ടാവുകയും ആ എക്സസ് പ്രോഡക്റ്റ് ഗവൺമെന്റ് കരുതൽ ധനമായി സൂക്ഷിക്കുകയും അത് വിളവിറക്കാതെ ഓഫ് സീസണിലും പുവർ പീപ്പിൾസിനും കുറഞ്ഞ റേറ്റിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ വഴി വിതരണം ചെയ്യുകയും ചെയ്തു. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ നമുക്ക് എടുത്ത് നോക്കാനുള്ള വാട്ട് ആർ ദ ഡിഫക്ട്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നാണ്. ഗ്രീൻ റവല്യൂഷൻ ഡിമെറിറ്റ്സ് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. കാരണം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് സീഡ്സിന്റെ പ്രത്യേകത എന്താ,
കുറച്ചു കാലം ഒത്തിരി വിളവുണ്ടാക്കും, പിന്നെ പെട്ടെന്ന് അതിൻ്റെ വിളവ് കുറയും. നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നാടൻ തെങ്ങിനേക്കാളും ഹൈബ്രിഡ് തെങ്ങൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറേ നല്ല തേങ്ങ ഉണ്ടാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ തേങ്ങ കുറയും അല്ലേ. അതൊരു നെഗറ്റീവാണെന്ന് പറയാം. രണ്ടാമത്തേതോ ഈ ഹൈബ്രിഡ് സീഡ്സ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് ഈ കീടങ്ങളുടെ ഇൻസെക്ട്സിൻ്റെ ഒക്കെ അറ്റാക്ക് എളുപ്പം ഉണ്ടാവും. എളുപ്പം കീടങ്ങൾ കുത്തി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. നാച്ചുറലായി ഉണ്ടായി നമ്മുടെ പഴഞ്ചൻ ട്രഡീഷണൽ സീഡ്സിനേക്കാളും ഹൈബ്രിഡ് സീഡ്സിന് ഈ കീടങ്ങളുടെയും അറ്റാക്കും ക്ലൈമാറ്റ് ഫ്ലക്ച്വേഷൻസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റൂല. അപ്പോഴൊക്കെ ആ ചെടികൾ നശിച്ചു പോകും. അത് ഒരു നെഗറ്റീവായ കാര്യമാണ്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചില്ലേ. ഈ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചതും നമ്മുടെ കാർഷിക മേഖല നെഗറ്റീവായി ബാധിച്ചു. എന്താ? ഈ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മെയിൻലി നമ്മൾ ഉണ്ടാക്കുന്ന ഈ രാസകീടനാശിനികളുടെ ഇഫക്റ്റ് അവിടെയൊക്കെ വന്നുകൊണ്ട് ഈ രാസകീടനാശിനികളുടെയൊക്കെ ഇഫക്റ്റ് അതിൽ വന്നു. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ വിഷമയമായി തീർന്നു. മാത്രമല്ല നമ്മുടെ ഭൂമി തന്നെ വിഷമയമായി തീർന്നു, പ്രകൃതി തന്നെ വിഷമയമായി തീർന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി, ലാൻഡ് ആവട്ടെ, അതായത് സോയിൽ ആവട്ടെ, വാട്ടർ ആവട്ടെ, എയർ ആവട്ടെ, നമ്മൾ ഇങ്ങനെ വയലിലൊക്കെ ഇങ്ങനെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കീടനാശിനികളെയൊക്കെ തെളിക്കുമ്പോഴേ ഇത് എയറിൽ മൊത്തം സ്പ്രെഡായി വെള്ളത്തിലൂടെ ഒലിച്ച് മറ്റു പല സ്ഥലത്തും എത്തി. അങ്ങനെ സോയിലും വാട്ടറും എയറും ഒക്കെ പൊല്യൂട്ടഡ് ആയിത്തീർന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും പൊല്യൂട്ടഡ് ആയിത്തീർന്നു. അത് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരുന്നതിനും സ്കിൻ ക്യാൻസർ പോലെ അതുപോലെ അസുഖങ്ങൾ വരുന്നതിനും പ്രകൃതി മലിനീകരണം, വായു മലിനീകരണത്തിനും ഒക്കെ ഒത്തിരി കാരണമായി എന്നത് വളരെ നെഗറ്റീവായ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല വേറൊരു കാര്യം, ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ പാവപ്പെട്ട സാധാരണ കൃഷിക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റൂല. കാരണം ഇതെല്ലാം ഒത്തിരി വിലയുള്ള സാധനമാണ്. ഇതൊക്കെ വലിയ വലിയ കൃഷിക്കാരെ മാത്രമേ വാങ്ങി ഉപയോഗിച്ചുള്ളൂ. അപ്പോഴെന്താ ഇവിടെ സംഭവിച്ചത്? വലിയ കൃഷിക്കാരെ ഈ ട്രാക്ടേഴ്സും ടില്ലേഴ്സും ഇറിഗേഷൻ ഫെസിലിറ്റി മോട്ടറും പമ്പ് സെറ്റും ഒക്കെ വാങ്ങി ഉപയോഗിക്കുകയും കീടനാശിനികളൊക്കെ തെളിക്കുകയും ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അവരുടെ പ്രോഡക്ട്സ് ഒത്തിരി വർദ്ധിച്ചു. എന്നാൽ പാവപ്പെട്ട കൃഷിക്കാർ ഇതൊന്നും ഇത്രയും വില കൊടുത്ത് ഇതൊന്നും വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരുടെ കൃഷിയിൽ അധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. അപ്പോഴവിടെ എന്ത് സംഭവിച്ചു? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിച്ചു. വലിയ വലിയ ബിഗ് കൃഷിക്കാര്, വലിയ വലിയ ബിഗ് ഫാമേഴ്സ് വീണ്ടും അവർ പൈസക്കാരായി ഒത്തിരി ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന വലിയ പണക്കാരനായ കൃഷിക്കാരനായി തീർന്നു. പാവപ്പെട്ട കൃഷിക്കാരൻ അപ്പോഴും പാവപ്പെട്ടവനായി അവിടെ നിന്നു എന്നാണ്. അപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വീണ്ടും വർദ്ധിക്കുന്നതിന് ഈ ഗ്രീൻ റവല്യൂഷൻ കാരണമായി എന്ന് പറയാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റ് ഫേസിൽ ഇത് ഗോതമ്പ് ഉൽപ്പന്നത്തിൽ മാത്രമാണ് ഒത്തിരി വർധനം ഉണ്ടായത് എന്ന്. അപ്പോഴേ നമുക്ക് ഗോതമ്പ് മാത്രം പോരല്ലോ ഭക്ഷണത്തിന്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വേണമല്ലോ. അതുകൊണ്ട് ഇത് മൊത്തത്തിലൊരു ഫുഡ് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ഗോതമ്പ് മാത്രം കിട്ടിയാൽ പോരാ, പിന്നെയും നമുക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്. രണ്ടാം ഫേസ് 1975 മുതൽ 85 വരെ വന്നപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് ഫുഡ് പ്രോഡക്ട്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഷുഗർ, പഞ്ചസാര, അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ഗോതമ്പ് മാത്രമാണ്. അപ്പോൾ ആദ്യഘട്ടം നമുക്ക് ഫുഡ് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയാൻ പറ്റൂല എന്നാണ് ചില വിമർശകർ പറയുന്നത്. മാത്രമല്ല നമ്മൾ ട്രാക്ടർ, ടില്ലർ, പമ്പ് സെറ്റ്സ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യകൾ, അതായത് കൃഷി ഇറക്കുന്നതിനും കൊയ്യുന്നതിനും ഒക്കെ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒത്തിരി പേർക്ക് തൊഴിലില്ലാതായി തീർന്നു. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഇവിടെ ഉണ്ടായി എന്നതും ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷന്റെ നെഗറ്റീവ്സ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഥവാ എന്തെങ്കിലും പോയിന്റ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ടു നോക്കുക. ഈ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് സബ്സിഡി എന്ന്. എന്ത് സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ്, ഏതൊരു സാധനമാവട്ടെ, അരി ആവട്ടെ, ഏതൊരു ഭക്ഷ്യോൽപ്പന്നം, ഏതൊരു സാധനമാവട്ടെ, അതിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ആ സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും സബ്സിഡൈസ്ഡ് റേറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഒരു സാധനത്തിന് 50 രൂപയാണ്, 50 റുപ്പീസാണ്. നമുക്ക് 20 രൂപക്ക് ഗവൺമെന്റ് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബാക്കി 30, അതിന് 50 രൂപ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് 20 രൂപക്ക് തരുന്നെങ്കിൽ ബാക്കി 30 രൂപ ഗവൺമെന്റ് ആ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതാണ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി സബ്സിഡി പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ ഈ സബ്സിഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്? നമുക്കറിയാം, ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും പമ്പ് സെറ്റും, അതായത് ടെക്നോളജിയും കീടനാശിനികളും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല, ഇതിനൊക്കെ ഒത്തിരി വിലയുണ്ട്. അപ്പോഴേ ഈ ഉയർന്ന വില കൊടുത്തിട്ട് സാധാരണ കൃഷിക്കാരൻ ഇതൊന്നും വാങ്ങാൻ പറ്റൂല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലായി. അപ്പോഴേ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ സാധാരണ കൃഷിക്കാർ, അതായത് ചെറിയ കൃഷിക്കാരും വലിയ കൃഷിക്കാരും എല്ലാം ഇത് ഉപയോഗിക്കണം, എന്നാലല്ലേ മൊത്തത്തിലൊരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ കൃഷിക്കാരും ഈ സാങ്കേതിക വിദ്യകളും ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഹൈ yielding വെറൈറ്റി സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, technology, the pump sets, electricity facility, etc. All these facilities are provided to farmers at a lower rate than market rate. അതായത് മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും രാസകീടനാശിനികളും പമ്പ് സെറ്റ്സും അതിനാവശ്യമായ ഇലക്ട്രിസിറ്റിയും എല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ. ആ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ബാക്കി ഗവൺമെന്റ് കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോൾ മാവേലി സ്റ്റോറുകളിലൊക്കെ പോയാൽ, അതായത് സപ്ലൈകോയിലൊക്കെ പോയാൽ 36 രൂപയുടെ അരി 24 രൂപയ്ക്ക് കിട്ടുന്നത് വെച്ചോളൂ. ആക്ച്വലി ആ അരിയുടെ വില 36 ബാക്കി 12 രൂപ നമുക്ക് വേണ്ടി ഗവൺമെന്റ് പേ ചെയ്യുന്നുണ്ട്. അതുപോലെ പഞ്ചസാര 35 രൂപയുടെ പഞ്ചസാര നമുക്ക് 25 രൂപക്കോ 23 രൂപക്കോ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി പൈസ നമുക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അങ്ങനെ പമ്പ് നമ്മൾ കേട്ടിട്ടില്ലേ, കൃഷി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് പല കാർഷിക ഉപകരണങ്ങളും ഒക്കെ സബ്സിഡി ആയിട്ട് കിട്ടുന്നു എന്ന്. അത് എന്തിനാ ഗവൺമെന്റ് കൊടുക്കുന്നത് വെച്ചാൽ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പാവപ്പെട്ട കൃഷിക്കാർക്ക് ഈ സബ്സിഡി പ്രോഗ്രാം ഇല്ല എങ്കിൽ ഈ എക്യുപ്മെന്റ്സും സാഹചര്യങ്ങളൊന്നും ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റൂല എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സബ്സിഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ആദ്യമായി നമുക്ക് ഗുണങ്ങളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാന ഗുണം എന്താണ്? പാവപ്പെട്ട കൃഷിക്കാരന് ഇത്തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ വിത്തുകളും ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ സബ്സിഡി പ്രോഗ്രാം ഇല്ലാതെ പറ്റൂല. ഇത് പാവപ്പെട്ട കൃഷിക്കാരന് നല്ലൊരു സപ്പോർട്ടായി സബ്സിഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെ ഒത്തിരി ഈ സബ്സിഡി, അതായത് ഇത്ര ഏക്കർ സ്ഥലം കൃഷി ചെയ്താൽ ഇത്ര ഗവൺമെന്റ് സബ്സിഡി തരും, അതിന് വേണ്ടുന്ന വളം ഗവൺമെന്റ് തരും, ടെക്നോളജി ഗവൺമെന്റ് തരും എന്ന് കണ്ടപ്പോൾ ഒത്തിരി പേര് കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഇത് കൃഷിക്കാരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി, കൃഷിക്കാരെ കാർഷിക മേഖലയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി, ആകർഷിക്കുന്നതിന് വേണ്ടി ഇത് സഹായിച്ചു എന്നത് വേറൊരു പോസിറ്റീവായ കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം നമുക്കറിയാം, കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലാഭമുള്ളൊരു ബിസിനസ് അല്ല, ഇതൊരു ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു ബിസിനസ്സിലേക്ക് ജനങ്ങളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും അട്രാക്റ്റീവായൊരു സാമ്പത്തിക സഹായം കൊടുത്തേ പറ്റൂ. അതും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വേറൊരു കാര്യം നമ്മൾ പറയും, കൃഷി അഗ്രികൾച്ചർ ഇസ് എ ഗാംബിൾ ഓഫ് മൺസൂൺ. ഇത് മൺസൂൺ, അതായത് കാലവർഷത്തിന്റെ കയ്യിലുള്ളൊരു കളിയാണ് കൃഷി. നമ്മൾ എത്ര വളപ്രയോഗവും വെള്ളം പ്രയോഗിച്ചാലും ഒരു മഴയിലൂടെ നാച്ചുറലായി അത് കിട്ടുന്ന വെള്ളം, നാച്ചുറലായി മഴയിലൂടെ കിട്ടുന്ന വെള്ളത്തിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാൽ നമ്മുടെ കൃഷിയെ നെഗറ്റീവായി ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയം ഈ കൃഷിക്കാർക്ക് ഉള്ളപ്പോൾ ഈ സബ്സിഡി പ്രോഗ്രാം കൃഷിക്കാർക്ക് ഒത്തിരി സന്തോഷകരമായി തീർന്നു. അതേപോലെ തന്നെ ഈ സബ്സിഡി പ്രോഗ്രാമിലൂടെ ഇന്നിക്വാളിറ്റീസ്, നേരത്തെ ഗ്രീൻ റവല്യൂഷൻ നമ്മൾ പറഞ്ഞ നെഗറ്റീവായ അസന്തുലിതാവസ്ഥ, ഇന്നിക്വാളിറ്റീസ്, അനീതി ഇല്ലാതാക്കാൻ സാധിച്ചു. എന്താ, മുന്നേ വലിയ വലിയ കൃഷിക്കാർക്ക് ഈ സാങ്കേതിക വിദ്യകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ സബ്സിഡി കിട്ടിയതോടുകൂടി ഇടനിലക്കാരായ കൃഷിക്കാർക്കും പാവപ്പെട്ട കൃഷിക്കാർക്കും അവരുടേതായ രീതിയിൽ ഈ ഹൈ yielding വെറൈറ്റി സീഡ്സും ടെക്നോളജിയും രാസവളങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ സാധിച്ചു. അങ്ങനെ അവർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോഴേ വലിയ കൃഷിക്കാരനും ചെറിയ കൃഷിക്കാരനും നമ്മൾ അന്തരം കുറക്കുന്നതിന് ഇത് സാധിച്ചു. മാത്രമല്ല, കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് അവർക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസിന്റെ ഒരു നിശ്ചിത ശതമാനം സബ്സിഡി ആയിട്ടൊക്കെ കൃഷിഭവനിൽ നിന്നൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത് നമുക്കറിയില്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി പേര് പുതിയ ഏരിയകൾ കൃഷി ചെയ്യാനും അങ്ങനെ മൊത്തത്തിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നത് ഈ സബ്സിഡി പ്രോഗ്രാമിൻ്റെ ഒരു പോസിറ്റീവായ കാര്യമായിട്ട് നമുക്ക് പറയാം. അതായത് ഒത്തിരി കൃഷിക്കാരെ കൃഷി ചെയ്യാൻ വേണ്ടി വന്നു, ഒത്തിരി ഏരിയ കൃഷി ചെയ്തു, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വർദ്ധിച്ചു, പാവപ്പെട്ടവരും പണക്കാരനുമായ കൃഷിക്കാർ തമ്മിൽ അന്തരം ഇല്ലാതായി, കൃഷി ഒരു മൺസൂണിന്റെ കയ്യിലുള്ളൊരു ഗാമ്പിളാണ്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ്, കൃഷിക്കാർക്കൊരു കോൺഫിഡൻസും നമുക്ക് സബ്സിഡി ഉണ്ട് എന്നൊരു ആശ്വാസവും പകരാൻ വേണ്ടി സാധിച്ചു. ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല, അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി ഒത്തിരി പേരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിച്ചു. അത് ഈ സബ്സിഡി പ്രോഗ്രാം കൃഷിയെ വളരെ പോസിറ്റീവായി സഹായിച്ചു എന്ന് പറയാം. എന്നാൽ ഇതിന്റെ നെഗറ്റീവ്സ് നമുക്ക് നോക്കണ്ടേ? ഏതൊരു കാര്യത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. ഈ സബ്സിഡിക്കും അതുപോലെ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഈ സബ്സിഡി കൊടുക്കുന്നത് എങ്ങനെയാ,
കൃഷിയിടം ഉണ്ട്, എത്ര കൃഷി ഏരിയ ഉണ്ട് എന്നതിനനുസരിച്ചല്ലേ സബ്സിഡി കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുമോ? കുറച്ച് ചെയ്യുന്നവർക്ക് അതിന് ആനുപാതികമായി സബ്സിഡി, കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് അതിന് ആനുപാതികമായി. അപ്പോഴും ഇവിടെ സംഭവിച്ചത് എന്താ? ഒത്തിരി കൃഷി ചെയ്യുന്ന വലിയ ഭൂപ്രഭുക്കന്മാർക്കാണ് ഈ സബ്സിഡിയുടെ മേജർ ഷെയർ പോയത്. പാവപ്പെട്ട കൃഷിക്കാരന് കുറച്ച് സബ്സിഡി കിട്ടിയല്ലോ. അപ്പൊ അവിടെ ഇന്നിക്വാളിറ്റി ഇല്ലാതായ? ഇല്ല, ഇന്നിക്വാളിറ്റി അപ്പോഴും ഉണ്ട്. വേറൊരു നെഗറ്റീവ്, ഗവൺമെന്റിന് ഒത്തിരി സാമ്പത്തിക ബാധ്യതയായി സബ്സിഡി കൊടുക്കാൻ തന്നെ ഗവൺമെന്റ് ഒത്തിരി പണം സ്വരൂപിച്ച് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരികയും അത്രമാത്രം വരുമാനം ഈ കൃഷിയിൽ നിന്ന് കിട്ടാത്ത ഒരു അവസ്ഥയും വന്നു. മാത്രമല്ല, ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി ആവട്ടെ, വളമാവട്ടെ, അതുപോലെ വിത്തുകളാവട്ടെ, ഇതൊക്കെ സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അതിന്റെ യഥാർത്ഥ വില ആ കമ്പനിക്ക് കൊടുക്കും, അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് കൊടുക്കും. ആ കമ്പനി ഇവിടെ എത്തിച്ച് നമുക്ക് തരികയും കുറഞ്ഞ റേറ്റിൽ കൃഷിക്കാരൻ, അതായത് ഇപ്പോൾ 50 രൂപയുടെ സാധനമാണെങ്കിൽ നമുക്ക് 25 രൂപ കിട്ടുമ്പോൾ ബാക്കി 25 രൂപ ഗവൺമെന്റ് പേ ചെയ്യും. അപ്പോഴേ സബ്സിഡിയുടെ മേജർ പങ്കും കിട്ടിയിരുന്നത് വലിയ കമ്പനിക്കാർക്കാണ്. അല്ലാതെ യഥാർത്ഥ കൃഷിക്കാരനേക്കാൾ ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തത് ചില കമ്പനികളാണ്. ഗവൺമെന്റിന്റെ പൈസ അവരുടെ കയ്യിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നതൊരു നെഗറ്റീവായ കാര്യമാണ്. വേറൊരു കാര്യം, ഇങ്ങനെ സബ്സിഡി കൊടുത്ത് സപ്പോർട്ട് ചെയ്തപ്പോൾ സബ്സിഡി മാത്രം കണ്ടുകൊണ്ട് ഒത്തിരി പേര് കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങി. അവർക്ക് കൃഷിയോട് ആത്മാർത്ഥതയോ കൂറോ താല്പര്യമോ ഇല്ല. എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ സബ്സിഡി കൈപ്പറ്റണം, അതുകൊണ്ട് ജീവിക്കണം. അല്ലാതെ നമ്മുടെ കാർഷിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കാനോ ഉൽപാദനം വർദ്ധിപ്പിക്കാനോ അവർക്ക് താല്പര്യമില്ല. സബ്സിഡി എങ്ങനെയും കൈപ്പറ്റണം എന്നുള്ളൊരു മോട്ടീവ് മാത്രമായി അതും കൃഷിക്ക് ഗുണം ചെയ്തില്ല. മാത്രമല്ല, ഇങ്ങനെ ഗവൺമെന്റിന് എടുക്കുന്നൊരു സഹായം കിട്ടും, വിളവ് മോശമായാലും ഇല്ലെങ്കിലും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായം കിട്ടും എന്ന് വന്നപ്പോൾ കൃഷിക്കാരുടെ ആത്മാർത്ഥത കുറയും. അത് നമ്മുടെ ഉൽപ്പന്നത്തിനെ നെഗറ്റീവായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. മാത്രമല്ല, ഈ സബ്സിഡിയൊക്കെ അർഹതപ്പെട്ടവർക്ക് മാത്രമേ കിട്ടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അനർഹരായവർക്ക്, അതായത് റിയൽ ബെനിഫിഷ്യറീസിന് കൃത്യമായി പ്രോപ്പറായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഗവൺമെന്റിന് പരാജയം സംഭവിച്ചു. കാരണം ഇതെല്ലാം വ്യത്യസ്ത ഓഫീസുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ വഴിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരുമായി ചില കോണ്ടാക്റ്റുകളും റിലേഷൻഷിപ്പും ഉള്ള രീതിയിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാളിപ്പോവുകയും യഥാർത്ഥ ബെനിഫിഷ്യറിക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിയില്ല. അനർഹർക്കാണ് പലപ്പോഴും ഈ സബ്സിഡിയുടെ മേജർ റോളും പോയത്. പൊതുവെ പറയുകയാണെങ്കിൽ സബ്സിഡി പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത്ര കാര്യമായ ഇഫക്റ്റ് ഉണ്ടായില്ല. ഇത്തിരി പേർക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ ഒത്തിരി പേര് അത് മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. അതിന്റെ യഥാർത്ഥ അർത്ഥമോ അതിന്റെ യഥാർത്ഥ വാല്യൂ മനസ്സിലാക്കി നമ്മുടെ കാർഷിക മേഖലയെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ രാജ്യത്തിന്റെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കണം എന്നൊരു ആത്മാർത്ഥത പലരും ഉണ്ടായില്ല എന്നതൊരു നെഗറ്റീവായ കാര്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഇമ്പാക്ട് ഓഫ് 5 year പ്ലാൻ ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ, ലാൻഡ് റിഫോം, ഗ്രീൻ റവല്യൂഷൻ്റെ ലാൻഡ് റിഫോമിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിഫക്ട്സ് എന്താണ്, അതോടൊപ്പം സബ്സിഡി പ്രോഗ്രാം, സബ്സിഡിയുടെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ മെറിറ്റ്സ് എന്താണ്, ഡിഫക്ട്സ് എന്താണ്. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കാർഷിക മേഖലയിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി 5 year പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഈ പരിപാടികളെല്ലാം ഒട്ടും ഗുണം ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ഗുണം ചെയ്തു. അതായത് രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു എന്ന സിമ്പിള് നമുക്ക് കണ്ടു തുടങ്ങി. ഏകദേശം 1965 തുടങ്ങി ഈ പരിപാടി, ഗ്രീൻ റവല്യൂഷൻ. പിന്നീട് 85 ആവുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നമുക്ക് കാണാനുണ്ടായിരുന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതി എങ്ങനെയാ മനസ്സിലാക്കുക? ഗ്രോത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം പുരോഗമിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ആ രാജ്യത്തിന്റെ GDPയിലേക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കുറയണം, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും ടെർഷ്യറി സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൂടണം. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു. അത് പോസിറ്റീവായൊരു കാര്യമാണ്. പക്ഷേ വേറൊരു നെഗറ്റീവ് അവിടെ തോന്നിയിരിക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചില്ല. ഇപ്പോഴും മെജോറിറ്റി ഓഫ് പീപ്പിൾസ് ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ ഫോർ ദെയർ ലൈവ്ലിഹുഡ്. അവരുടെ ജീവിത മാർഗത്തിനായി മെജോറിറ്റി പീപ്പിൾസും ഈ അഗ്രികൾച്ചർ സെക്ടറിനെ തന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നു. കുറച്ചു കാലം കുറഞ്ഞ റേറ്റിലൊക്കെ ജോലി ചെയ്ത് അവർക്ക് ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരുന്നു. അവർക്ക് അമിതമായ താല്പര്യമുള്ളത് കൊണ്ടൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ പ്രോഗ്രാംസ് 5 year പ്ലാൻ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ടും മറ്റ് 2 സെക്ടേഴ്സും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രം അധികം വികസിച്ചിട്ടില്ല. അതുകൊണ്ട് വേറെ ഒരു വഴിയുമില്ലായിട്ട് മെജോറിറ്റി ഓഫ് പീപ്പിൾസ് ഇപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. എന്നാൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് GDPയിലേക്ക് പോകുന്ന കോൺട്രിബ്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. പക്ഷേ ജനങ്ങളെ, അതായത്
മറ്റ് 2 മേഖലകളും നമ്മുടെ ഇവിടുത്തെ മെജോറിറ്റി താല്പര്യമുള്ള കഴിവുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ മാത്രം പ്രാപ്തമായിട്ടില്ല, വളർന്നിട്ടില്ല എന്നതൊരു നെഗറ്റീവ് സൈഡായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇഫക്റ്റീവ് 5-year പ്ലാൻ ഓൺ ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അത് രണ്ടുമാണ്. അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു തവണ വീഡിയോ കേട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി നമുക്ക് കേട്ട് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് വെച്ച് കേൾക്കുക, വായിച്ച് നോക്കുക, മാർക്ക് ചെയ്യുക, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോഴെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വിക്ടേഴ്സ് ക്ലാസ് കാണുക, ടീച്ചറുടെ വീഡിയോ കാണുക, നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടി എളുപ്പം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരു തവണ കണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് നോട്ടൊക്കെ കുറിച്ചെടുക്കണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ നോട്ട് എഴുതിയതിന് ശേഷം വീണ്ടും വീഡിയോ കാണുക. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോടു കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.